ക്ഷേത്രത്തിന് നേരെ ജിഹാദി ആക്രമണം. പാലക്കാട് ചൂരിയോട് പരമേശ്വരി മുത്തപ്പൻ ക്ഷേത്രത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ക്ഷേത്രത്തിലെ വിഗ്രഹം ഇളക്കി മാറ്റാനും ശ്രമമുണ്ടായി. ക്ഷേത്രത്തിന്റെ വാതിലും വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകളും തകർത്തു. സംഭവത്തിന് പിന്നിൽ ഇസ്ലാം മതമൗലികവാദികളെന്നാണ് ക്ഷേത്ര കമ്മിറ്റി ആരോപിക്കുന്നത്. അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബത്തിന് അവരുടേതായ ആരാധന നടത്തുന്നതിൽ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടത്. അത് ഭിന്നശേഷിക്കാരനായ ഒരു സ്വാമി തൻ്റെ ആരാധന നിർവഹിക്കുമ്പോൾ ആ സമയത്ത് അർദ്ധരാത്രി വന്നിട്ട് അത് തച്ചു പൊളിക്കുക, അവരെ ജീവനോടെ ചുട്ടുകൊല്ലൂ എന്ന് പറയുക. അവരെ ഒന്ന് ആരാധന തടസ്സപ്പെടുന്നതോടൊപ്പം അവർ ജീവനം പോലും പ്രശ്നത്തിലാണ്. അപ്പോൾ ഇത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. ഇത് ഹൈന്ദവ സമൂഹത്തോടുള്ള ഒരു വലിയ വെല്ലുവിളിയായി തന്നെ ഞങ്ങൾ എടുക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേർന്നുണ്ട്. അതിലേക്ക് മുമ്പ് ഒരു പ്രതികരണം കൂടി. കുറച്ച് ഗുണ്ടകൾ ചേർന്നുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഈ കമാനം തകർക്കുകയുണ്ടായി. ക്ഷേത്രത്തിൻ്റെ വാതിൽ തല്ലി തകർക്കാൻ ശ്രമിച്ചു. ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ വരെ എടുത്ത് നശിപ്പിക്കുവാനുള്ള ശ്രമം ഇവിടുത്തെ ഗുണ്ടകളുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിനുശേഷം ഈ ക്ഷേത്ര ആചാര്യൻ്റെ ഇവിടുത്തെ പൂജകൾക്കും മറ്റു കാർമ്മികങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ഈ ക്ഷേത്രത്തിൽ നിത്യപൂജ നടത്തുന്ന പൂജാരിയുടെ വീട്ടിന് നേർക്ക് ആക്രമണം ഉണ്ടായി. ഇതെല്ലാം ഇവിടുത്തെ സമാധാന അന്തരീക്ഷം തകർത്ത് ഇവിടെ വർഗീയപരമായ വേർതിരിവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു ശ്രമം ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഹൈന്ദവ വിശ്വാസങ്ങൾക്കും ഹൈന്ദവ സമൂഹത്തിനും നേരെയുള്ള വലിയ വെല്ലുവിളി തന്നെയല്ലേ ഇപ്പോൾ ഉണ്ടായത്? രാത്രിയാണ് പാലക്കാട് മണ്ണാർക്കാട് ഒരു ക്ഷേത്രത്തിന് നേരെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. തച്ചമ്പാറ ചൂരിയോട് പരമേശ്വരി ഗുരുമുത്തപ്പൻ ക്ഷേത്രത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ക്ഷേത്രത്തിന്റെ വാതിലും വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡുകളും തകർത്തു. ക്ഷേത്രമുറ്റത്തുള്ള ഒരു കിണറിലെ മോട്ടർ ഉൾപ്പെടെ തകർക്കുകയുണ്ടായി. ഇത് കൂടാതെ ക്ഷേത്രത്തിലെ വിഗ്രഹം ഇളക്കി മാറ്റാൻ ഉൾപ്പെടെയാണ് ശ്രമം ഉണ്ടായത്. ഇതിന് കൂടാതെ ക്ഷേത്രത്തിന് സമീപത്ത് ഈ ക്ഷേത്രത്തിലെ ദിവ്യാംഗനായ ഒരു പൂജാരി താമസിക്കുന്ന വീടുണ്ട്. ആ പൂജാരിയുടെ പ്രായമായ അസുഖബാധിതരായ മാതാപിതാക്കളുമാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. ആ വീടിന് നേരെ കല്ലെറിയുകയും അസഭ്യം വിളിച്ചു പറയുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ്. പൂജാരി ബിനീഷ് കുമാറും അദ്ദേഹത്തിന്റെ പ്രായമായ അച്ഛനും അമ്മയുമായിരുന്നു ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ളവരാണ് ഇവർക്ക് നേരെ ഉൾപ്പെടെ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ്. വലിയ അസഭ്യം പറയുകയും അവരെ കൊല്ലുമെന്നുൾപ്പെടെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് പരാതിയായിട്ട് ഉയർന്നിരിക്കുന്നത്. സംഭവത്തിന് പിന്നിൽ മുസ്ലിം മതമൗലികവാദികളാണ് എന്നുള്ളതാണ് ക്ഷേത്ര കമ്മിറ്റി പ്രധാനമായിട്ടും ആരോപിക്കുന്നത്. സംഭവത്തിൽ കല്ലടിക്കോട് പോലീസിൽ ക്ഷേത്ര കമ്മിറ്റി പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് 2 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഈ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു അവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിയായ KP ശശികല ടീച്ചറും അതുപോലെ തന്നെ BJPയുടെ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവൻ ഉൾപ്പെടെ ഈ ക്ഷേത്രം സന്ദർശിക്കുകയുണ്ടായി. ഈ പ്രതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും നിലവിൽ ഈ 2 പേർ മാത്രമല്ല ഈ പ്രദേശത്തെ ഒരു വാർഡ് മെമ്പർ ഉൾപ്പെടെ ഈ സംഭവത്തിന് പിന്നിൽ ഉണ്ട് എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളെയും പിടികൂടാൻ, മുഴുവൻ പ്രതികളെയും പിടികൂടാൻ പോലീസ് തയ്യാറാവണം എന്നുൾപ്പെടെ ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല ഇത്തരമൊരു സംഭവത്തിന് കാരണം അത് ഭൂമാഫിയയ്ക്ക് വേണ്ടിയോ അരുൺ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ കൂടി ചേർന്നുണ്ട്. ടീച്ചർ, എന്തായാലും ഇത് ആദ്യമായല്ല ഇത്തരത്തിൽ ക്ഷേത്രത്തിന് നേരെ ജിഹാദി ആക്രമണം ഉണ്ടാകുന്നത്. നേരത്തെ മറ്റ് ജില്ലകളിലും സമാനമായ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ വാർത്ത പോലും നൽകിയിരുന്നു. ഒരുപക്ഷെ ഇപ്പോൾ ഇവിടെ ഉണ്ടായ ആക്രമണത്തിൽ പോലും പോലീസിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല. പല ദുരൂഹതകൾ കൂടി ബാക്കിയാവുകയാണ്. എന്താണ് പറയാനുള്ളത്? തീർച്ചയായും ഞാൻ ഇന്നലെ സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു. ആ സ്വാമിയുമായി, ക്ഷേത്രത്തിന്റെ ആചാര്യനും ഉടമസ്ഥനുമൊക്കെയായ സ്വാമിയുമായി നേരിട്ട് സംസാരിച്ചു. അവിടുത്തെ എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടിയ അക്രമം നേരിട്ട് കണ്ടയാളാണ് ഞാൻ. ഒരു പാവപ്പെട്ട, അംഗപരിമിതനാണ്, പട്ടികജാതി സമൂഹത്തിൽപ്പെട്ടയാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബക്ഷേത്രമാണ്. അതിന് തൊട്ട് തന്നെ ഒരു ചെറിയ ഷെഡ് കെട്ടി താമസിക്കുന്ന, ഒരു പക്ഷെ വാർത്തയിൽ കൂടുതൽ ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ടാകും. ഞാൻ യാത്രയിലായതുകൊണ്ട് കണ്ടില്ല. അപ്പോ അദ്ദേഹത്തെ വളരെ മോശമായിട്ട് അർദ്ധരാത്രി അസമയത്ത് ചെന്നിട്ട് 2 മണി 3 മണി നേരത്ത് ചെന്നിട്ട് അവിടെ ഒരു ഭീകര താണ്ഡവമാണ് ആടിയിരിക്കുന്നത്. ക്ഷേത്രത്തിന് നേരെ കല്ലെറിഞ്ഞിരിക്കുന്നു. അതിലെ സമീപസ്ഥർ പറഞ്ഞത് വിഗ്രഹത്തിനടുത്തെത്തിയിട്ട് അത് എടുത്തെറിയാൻ ഒരാൾ പറയുന്നു. അപ്പൊ മറ്റേയാൾ പറയുന്നത്ര അത് മോശമാണ്, അത് എടുത്തെറിയേണ്ട. അപ്പൊ ഒരു വിഗ്രഹത്തിന് സമീപത്ത് വരെ എത്തിയിരിക്കുന്നു. പുറത്തെ വാതിൽ പൊളിച്ചിട്ടിരിക്കുന്നു. ആ ഫ്ലക്സുകളെല്ലാം കീറി എറിഞ്ഞിരിക്കുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് വൃദ്ധരായ മാതാപിതാക്കൾ
മക്കളും ഈ അംഗപരിമിതരായ സഞ്ചരിക്കാൻ യാത്രയ്ക്ക് പോലും ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന്. ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്തേക്ക് ചലനം പോലും ബുദ്ധിമുട്ടായ ഒരു സ്വാമിയാണത്. ആ സ്വാമിയൊക്കെ അതിനകത്തിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക. ആ സമയത്ത് എന്തെങ്കിലും വിഷയം അവിടെ ഒരു വിഷയവും ഇല്ല പ്രത്യക്ഷത്തിൽ എന്നുള്ളത് ഉറപ്പ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിലാണ് ഇത് ചെയ്തത്. വന്ന് സംസാരിക്കാമായിരുന്നല്ലോ. സംസാരിക്കാതെ എന്തിനായിരുന്നു ഇങ്ങനെ ഭീകരതാണ്ഡവം ആടിയത്? സംസാരിക്കാൻ ഒരു വിഷയം അവിടെ ചുറ്റുവട്ടത്തുള്ളവർക്കോ ഇവർക്കോ അവിടെ ആരുമായി ഒരു വിഷയവും പറയാനില്ല. പക്ഷെ എന്നിട്ടും എന്തിനാണ് ഇത് കാണിച്ചത്? അത് അതിനടുത്ത് ഈ പഞ്ചായത്ത് മെമ്പർ അടക്കം പിന്നിൽ നിന്നുകൊണ്ട് ഭൂമാഫിയയ്ക്ക് വലിയ തോതിൽ ഭൂമിയുണ്ട് അവിടെ. ഈ ക്ഷേത്രം അവർക്കൊരു തടസ്സമാകും എന്നുള്ളത് കൊണ്ട്, ഭൂമിക്ക് വില കിട്ടുമോ എന്നൊരു ഭയം ഉള്ളത് കൊണ്ട് മാത്രം ആ ക്ഷേത്രം അവിടെ പാടില്ല. ഇനി അവിടെ നിന്ന് മണിയൊച്ച മുഴങ്ങരുത് എന്നൊക്കെയാണ് അത്ര പറഞ്ഞത്. ഇനി മണിയൊച്ച മുഴങ്ങിയാൽ അതിനകത്തിട്ട് കത്തിക്കും. ഇത് ഭാരതം തന്നെയാണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരു ആരാധനാ സ്വാതന്ത്ര്യം പോലും ഒരു പട്ടികജാതി വിഭാഗത്തിന് ഇല്ല എന്ന് പറഞ്ഞാല്, നമ്മളിവിടുന്ന് ഉത്തരേന്ത്യയിലേക്ക് ചെറിയ വിഷയങ്ങൾ കേൾക്കുമ്പോൾ വണ്ടിയും വള്ളവും പ്ലെയിനും പിടിച്ച് ഓടുന്ന നാടാണിത്. അവിടെയാണ് ഇത്തരത്തിൽ ഇനി മണിയൊച്ച മുഴങ്ങരുത്, വിഗ്രഹം എടുത്ത് എറിഞ്ഞളയാം എന്നൊക്കെ വിധത്തിൽ പറഞ്ഞിട്ടും ഇവിടുത്തെ രാഷ്ട്രീയത്തിനൊന്നും നൊന്തിട്ടില്ല. ഇപ്പോഴും ആ പഞ്ചായത്ത് മെമ്പറെ തൊടാനോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനോ സാധിക്കുന്നില്ല. പോലീസ് സമയത്തിനൊത്ത് ഉണർന്നു. കാരണം അല്ലെങ്കിൽ ഒരുപക്ഷെ പ്രതിഷേധം ഉണ്ടാകുമെന്ന് ഭയന്നാകാം പോലീസ് അവിടെ ഉണ്ടായിരുന്നു. രണ്ടുപേരെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്തു, അട്രോസിറ്റീസ് ആക്ട് എടുത്തു എന്നൊക്കെ പറയുമ്പോഴും ഇതിന്റെ പിന്നിൽ ഇവരൊന്നുമല്ല. യഥാർത്ഥത്തിൽ ആ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ കുടുംബക്ഷേത്രത്തിന് നമ്പർ പോലും പഞ്ചായത്ത് പ്രസിഡന്റ് കൊടുത്തിട്ടില്ല. ഇത് പട്ടികജാതി പഞ്ചായത്ത് കൊടുത്തിട്ടില്ല. ഇത് പട്ടികജാതി വിഭാഗത്തോട് ചെയ്യുന്ന നീതിയാണിത്. അതിനൊരു നമ്പർ കൊടുക്കാൻ പോലും അവർ ഈ നടക്കാൻ വയ്യാത്ത ഇദ്ദേഹത്തെ കയറ്റിയിറക്കി നടക്കുകയാണ് അവിടെ. അപ്പോ എന്താണ് ഇതിന്റെ പിന്നിൽ? കൃത്യമായ അന്വേഷണം നടക്കണം. പ്രതികൾ കൃത്യമായി പിടിക്കപ്പെടണം. കാരണം ഇത് ഇവിടുത്തെ മതസൗഹാർദ്ദത്തിനും ആരാധനാ സ്വാതന്ത്ര്യത്തിന് എതിരെ നടന്ന ഒരു വലിയ കടന്നാക്രമണമാണ്. നമുക്ക് നേരിട്ട് ചെന്ന് അദ്ദേഹത്തെ കണ്ടാൽ മനസ്സിലാകും എന്തുമാത്രം പാവപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നുള്ളത്. ഈ അസമയത്ത് അവിടെ കയറി ചെല്ലാൻ ഏത് തരത്തിലുള്ള പ്രകോപനമാണ് അവരെ അതിനെ പ്രേരിപ്പിച്ചത്? പറയുന്നത് കേട്ടാൽ നമ്മൾ ഇത് വെള്ളരിക്കാ പട്ടണത്തിലാണോ തോന്നും. എന്താ കാരണം ചോദിച്ചപ്പോൾ പറയാൻ അത്ര തലേ ദിവസം ഉണ്ട് തീഗോളങ്ങൾ. ഇവരൊക്കെ അന്ധവിശ്വാസികളാ. ആ ക്ഷേത്രത്തിനടുത്ത് തീഗോളം കണ്ടു എന്നൊക്കെ പറഞ്ഞാലാണ് അത്ര വരുന്നത്. ഇതൊക്കെ നമുക്ക് ഇനി പരിഷ്കൃത സമൂഹത്തിൽ പറയാൻ പറ്റിയ കാരണങ്ങളാണ്. അപ്പൊ നഗ്നമായ, ശരിക്കും പറഞ്ഞാൽ അവിടെ ആ ഒരു വർഗീയത തന്നെയാണ് അവിടെ താണ്ഡവം ആടിയിരിക്കുന്നത്. അതിനെ ആ അർത്ഥത്തിൽ തന്നെ എടുക്കണം. അത് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടാണ് പോന്നിരിക്കുന്നത്. ഹൈന്ദവ സംഘടനകൾ അവരോടൊപ്പം ഉണ്ടായിരിക്കും. ആ സ്വാമി ഒറ്റയ്ക്കല്ല ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. യെസ്, വളരെയധികം നന്ദി ടീച്ചർ പ്രതികരിച്ചതിന്. ഒരിക്കൽ കൂടി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, എന്തായാലും KP ശശികല ടീച്ചർ അവർ പ്രതികരിച്ചതുപോലെ ഒരു വർഗീയതയുടെ ഒരു താണ്ഡവം തന്നെയാണ് ആ ക്ഷേത്രത്തിൽ കാണാനായത്. ഒരുപക്ഷെ നേരത്തെയും സമാനമായ രീതിയിലുള്ള ആക്രമണങ്ങൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെയും ഉണ്ടായി. പക്ഷേ ഇതിനെങ്കിലും കൃത്യമായ രീതിയിൽ, അല്ലെങ്കിൽ ഇവിടെ എന്താണ് സംഭവിച്ചത് അതിൽ കൃത്യമായ ഒരു അന്വേഷണം പോലും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു കാര്യമല്ലേ ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ബോധപൂർവം വളരെ സമാധാന അന്തരീക്ഷത്തിൽ പോകുന്ന ഒരു പ്രദേശത്ത് വർഗീയ സംഘർഷം ലക്ഷ്യമിട്ടുകൊണ്ടാണോ ഇത്തരം ഒരു പ്രവർത്തികൾ ചെയ്തിരിക്കുന്നത് എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള സംശയം തന്നെയാണ് ഈ വിഷയത്തിൽ ഉയരുന്നത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ കല്ലടിക്കോട് പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു. പേര് വിവരങ്ങൾ നൽകാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ആദ്യം നമ്മൾ പോലീസ് സ്റ്റേഷനിലെ നമ്പറിലാണ് വിളിച്ചത്. സ്റ്റേഷനിലെ നമ്പറിൽ വിളിച്ചപ്പോൾ CIയെ ബന്ധപ്പെടാൻ പറയുകയായിരുന്നു. CIയുമായി നമ്മൾ ബന്ധപ്പെട്ടു. CI താൻ സ്റ്റേഷന് പുറത്താണ്, സ്റ്റേഷൻ എത്തിയതിനു ശേഷം ആരാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകളുടെ പേരുകൾ എന്നൊക്കെ പറയാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം നമുക്ക് അവിടെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. ഏതായാലും ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെ ഇപ്പോൾ പറയുന്നത് ഇതിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള രണ്ടുപേർക്ക് ഉപരി പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ ഇതിൽ പ്രതിയാണ്. നേരത്തെ ഈ ക്ഷേത്രത്തിലെ പൂജാരിയെ ഉൾപ്പെടെ അവിടെ ഈ മെമ്പറുടെയൊക്കെ നേതൃത്വത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണമാണ് ഹിന്ദു ഐക്യവേദി ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മെമ്പർക്കെതിരെ ഉൾപ്പെടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യണം. അല്ലാത്ത പക്ഷം പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് വിവിധ ഹൈന്ദവ സംഘടനകൾ വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ വിഷയത്തിൽ വ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധം പ്രദേശത്ത് നിന്ന് ഉയരുന്ന ഒരു സ്ഥിതി തന്നെയാണ്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ സ്വാമി. അദ്ദേഹമാണെങ്കിൽ ദിവ്യാംഗനാണ്. അദ്ദേഹത്തിന് മര്യാദയ്ക്ക് നടക്കാൻ പോലും കഴിയാത്ത വ്യക്തിയാണ്. പ്രായമായ അസുഖബാധിതരായ മാതാപിതാക്കളാണുള്ളത്. അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള ആ ക്ഷേത്രത്തിനാണ് നേരെയാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതിൽ ഈ തീഗോളം കണ്ടു, ഒരു നിലവിളി ശബ്ദം കേട്ടു എന്നൊക്കെ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ക്ഷേത്രത്തിന് നേരെ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുകയായിരുന്നു. ഇതിന് പിന്നിൽ ഭൂമാഫിയാണോ എന്നുള്ള സംശയവും സ്വാഭാവികമായിട്ടും അവിടെ നിന്നും ഉയരുന്ന ഒരു സ്ഥിതിയുണ്ട്. കാരണം ഈ പ്രദേശത്ത് ധാരാളം ഭൂമികൾ വിൽക്കാനായിട്ടുണ്ട്. അതിന് ഈ ഒരു ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ഭൂമിക്ക് വില കിട്ടില്ല എന്നതിനാൽ ഇത്തരത്തിൽ ഒരു ബോധപൂർവമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഉള്ള ശ്രമമാണ് ഇതിന് പിന്നിൽ എന്നുള്ള ഒരു സംശയവും പ്രധാനമായിട്ടും ഉയരുന്ന സ്ഥിതി പ്രദേശത്ത് ഉണ്ട് എന്നുള്ളതാണ്.
ഏതായാലും തീർത്തും സമാധാനപരമായിട്ട് പോവുകയായിരുന്ന ഒരു പ്രദേശത്താണ് ഇത്തരം ഒരു വർഗീയ സംഘർഷമോ മറ്റോ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളൊരു ആക്ഷേപമാണ് ഉയരുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയാണ്, അതായത് 1 മണിയോടുകൂടെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ആദ്യം ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് എത്തുകയും ഈ പൂജാരിയായ വിനീഷിന്റെയും ശരി, അരുൺ ആലത്തൂരാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.